ഹലോ വെൽക്കം ബാക്ക് ടു ബാലവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലവീറിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവതാലോകത്താണ്. ആ ഒരു ജ്വാലാമുഖി എന്ന് പറയുന്ന ആ ഒരു പർവ്വതത്തിൽ നിന്ന് ലാവയെല്ലാം തന്നെ തിളച്ചൊഴുക്കുകയാണ്. അതെല്ലാം തന്നെ ദേവതാലോകത്തെത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ സമയത്താണ് പവിത്രമായ വെള്ളമെടുക്കുവാൻ വേണ്ടി ആ ഒരു മാന്ത്രിക നദിയിലേക്ക് ബാലവീറിന് പോകേണ്ടി വരുന്നത്. അങ്ങനെ ബാലവീറാണെങ്കിൽ അവിടെ സുരക്ഷാ കവചം ഉണ്ടായതുകൊണ്ട് തന്നെ ഭൂമി തുരന്നുകൊണ്ട് അടിയിലൂടെ വേണം പോകുവാൻ. ബാലവീറാണെങ്കിൽ അത്ഭുത ദേവത ഉണ്ടാക്കിയ പുതിയൊരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഭൂമി തുരന്ന് താഴോട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇതേ സമയത്ത് തന്നെ മുകളിൽ നിന്നും ദേവതമാരെല്ലാവരും തന്നെ ബാലവീറിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദേവതമാരെല്ലാവരും തന്നെ ബാലവീർ നീ സുരക്ഷിതനായി പോയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് മുകളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ബാലവീർ ഇതെല്ലാം തന്നെ താഴത്തു നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ വേഗത്തിലാണ് ബാലവീർ പോകുന്നത്. കാരണം ദേവതാലോകത്തേക്ക് ആ ലാവ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ദേവതാലോകം മുഴുവനായും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ദേവതാലോകത്തെയോ ദേവതമാരെ തിരിച്ചു കിട്ടുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമായിരുന്നു. ഇതേ സമയത്ത് തന്നെ ദേവതാലോകത്ത് ദേവതമാരെല്ലാം കരയുന്നതും ബാലവീറിനെ നോക്കി നിൽക്കുന്നതും ബാലവീർ അടിയിലൂടെ പോകുന്നതെല്ലാം തന്നെ മറ്റു ചിലർ കൂടെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അതെ, മഹാവിനാശിനിയും ആ ഒരു അഗ്നിമനുഷ്യനും കുട്ടുമാനും ശാത്തിർപ്പരിയും എല്ലാവരും അവിടെയുണ്ട്. ഇതേ സമയത്ത് തന്നെ കുട്ടുമാൻ പറയുകയാണ്, മഹാവിനാശിനി നിങ്ങളെ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും യാതൊരു കാര്യവും ഉണ്ടായില്ലല്ലോ. ബാലവീറിത ഇപ്പോൾ പോയിട്ട് ആ ഒരു മാന്ത്രിക ജലം കൊണ്ടുവരികയും ദേവതാലോകത്തെ രക്ഷിക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് മഹാവിനാശിനിക്കാണെങ്കിൽ വളരെയധികം ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ദേവതാലോകത്ത് കാണിക്കുകയാണെങ്കിൽ ആ ഒരു ലാവ വളരെ സ്പീഡിലായിട്ട് തന്നെ ഒഴുകി വരികയാണ്. ദേവതാലോകത്തിലെ പരവതാനിയിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. ഇതേ സമയത്ത് തന്നെ റാണി ദേവത ആ ഒരു ഗുഹയിലൂടെ അല്ലെങ്കിൽ ആ ഒരു തുരന്നു പോയ ആ ഒരു സ്ഥലത്തിലൂടെ വിളിച്ചു പറയുകയാണ്, ബാലവീർ നീ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവതാലോകവും ദേവതമാരും എല്ലാം തന്നെ ഇല്ലാതാകുവാൻ വേണ്ടി പോവുകയാണ്. നിനക്ക് സമയം വളരെ കുറവാണ് എന്നിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ താഴെയുള്ള ബാലവീറിനെ നോക്കുകയാണെങ്കിൽ ബാലവീറാണെങ്കിൽ തനിക്ക് കഴിയാവുന്നതിലും ഏറ്റവും സ്പീഡിലാണ് അതിലൂടെ പോകുന്നത്. ഇതേപോലെ തന്നെ ഒരു എൻഡിലെത്തുമ്പോൾ മുകളിലേക്ക് പോകേണ്ട ഒരു സ്ഥലം എത്തുമ്പോൾ ആ ഒരു മെഷീനാണെങ്കിൽ അവിടെ നിന്നു പോവുകയാണ്. അതിനെ പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ബാലവീർ ഒരുപാട് ശ്രമിച്ചു നോക്കിയെങ്കിലും ആ ഒരു ഉപകരണം ഇനി പ്രവർത്തിക്കില്ല എന്ന് അവന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യേണ്ടേ, സമയമാണെങ്കിൽ വളരെ കുറവാണല്ലോ എന്നും ബാലവീർ ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ്. അങ്ങനെ ബാലവീർ ഒരു കാര്യം കരുതുകയാണ്, തൻ്റെ കൈ ഉപയോഗിച്ച് തന്നെ ഈ ഒരു പാറ പൊട്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കാമെന്ന്. അങ്ങനെ ബാലവീറാണെങ്കിൽ തൻ്റെ കൈ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പാറ പൊട്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മുകളിൽ നിന്ന് ദേവതമാരെല്ലാം തന്നെ വിളിച്ചു പറയുന്നുണ്ട്, ബാലവീർ ഇവിടെയുള്ള സമയം കുറവാണ്. ആ ഒരു ലാവയാണെങ്കിൽ ഇതിലൂടെയെല്ലാം ഒലിച്ചു വരികയാണെന്ന് പറയുകയാണ്. ബാലവീറാണെങ്കിൽ തൻ്റെ ആത്മവിശ്വാസം ഒട്ടും തന്നെ കുറക്കാതെ ആ ഒരു കൈ ഉപയോഗിച്ച് പാറയെല്ലാം തന്നെ പൊട്ടിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. വളരെയധികം ശക്തിയിലിടിച്ച് അവസാനം ആ ഒരു പാറക്കൊരു വിള്ളൽ വീഴുകയാണ്. ആ ഒരു പാറ എന്ന് പറയുന്നത് ആ ഒരു പാറ പൊട്ടിക്കഴിഞ്ഞാൽ നേരെ മാന്ത്രിക ജലമാണുള്ളത്. അങ്ങനെ അവൻ്റെ കൈ ഉപയോഗിച്ച് ബാലവീറിൻ്റെ കൈ ഉപയോഗിച്ച് അത് പൊട്ടിക്കുകയും ഉടനെ തന്നെ അതിലൂടെ വെള്ളം പുറത്തു വരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ പ്രഷറിൽ ബാലവീറും പുറത്തേക്ക് തെറിച്ചു പോരുകയാണ്. അങ്ങനെ ബാലവീർ ദേവതമാരുടെ എല്ലാം തന്നെ ജീവൻ രക്ഷിക്കുവാനായി ഇത്രയും വലിയൊരു സാഹസം ചെയ്തത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാം തന്നെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ബാലവീർ, റാണി ദേവത, മറ്റു ദേവതമാരെല്ലാവരും തന്നെ ആ ഒരു അഗ്നി മനുഷ്യനെയും മഹാവിനാശിനിയെയും അതുപോലെ തന്നെ ശാത്തിർപ്പരിയെയും ഒക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് തിരിച്ചൊരു പണി കൊടുക്കാൻ വേണ്ടി എന്താണ് ചെയ്യുക, അതുപോലെ തന്നെ ദേവതാലോകം ഇനി പഴയ പോലെ ആയോ അതോ ആകുമോ എന്നൊക്കെ എങ്ങനെ അറിയാം എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാലവീറിൻ്റെ ഇതുപോലെയുള്ള പുതിയ എക്സ്പ്ലനേഷന് വേണ്ടി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching, and it's me Balvin Malayalam signing off.